Hey guys, this is my new video with this voiceover. So, എന്തെല്ലാം സുഖല്ലേ? കാണുന്നുണ്ടാവും അല്ലേ? അതുണ്ട് ആൻഡ് നല്ല മഴക്കാലമാണ്. Then ഇന്ന് my sister friends is coming, so we decided to make some കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. So that's it. And നല്ല കാലാവസ്ഥയായിരുന്നു. ആൻഡ് ദാറ്റ് ടൈം വി എന്താ പറയുക കുക്ക് ചെയ്യുന്നു. അതിന് ദേഷ്യം പിടിച്ചിട്ടുള്ള പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് സോ ഞാൻ പറഞ്ഞില്ല വിടൂല വരട്ടെ നല്ല മഴയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കപ്പ തെളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക എല്ലാം ക്ലീനാക്കി വെച്ചിട്ട് കഴുകിയിട്ട് വെക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അതിനിടയിൽ ഉണ്ടാക്കുന്നുണ്ട് പാത്രമെല്ലാം കഴുകിയിട്ട് ഇറച്ചിക്കറി ഇറച്ചിക്കറി വെക്കാൻ പോകുന്നു. പതപ്പിക്കുന്നതല്ലേ, ഇറച്ചിക്കറി വെക്കാൻ വേണ്ടി പോകുന്നു. സോ ഞാൻ കപ്പയെല്ലാം കഴുകി ക്ലീനാക്കി ഒരു സൈഡിലേക്ക് വെച്ചു. ബിക്കോസ് ക്ലീനാക്കിയാൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. സോ ആഫ്റ്റർ ദാറ്റ് അത് ഡ്രെയിൻ ചെയ്യാൻ വെച്ചു. കാരണം വെള്ളം വേണ്ടല്ലോ, ഒറ്റ വെള്ളം വേണ്ട. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഞാൻ വന്നു, ഞാൻ എൻ്റെ ബെഡിലൊന്ന് സെറ്റാക്കി. കാരണം എല്ലാ ഡേയും നമുക്കൊരു ബെഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഫീല് വേറെ തന്നെയാണല്ലേ. സോ ഐ ഡിസൈഡ് ടു ക്ലീൻ മൈ ബെഡ് ആൻഡ് I add some ഊതിട്ടു. കുറച്ച് നേരം ഊതെല്ലാം ഇട്ട് നല്ല മണം വരുത്തിച്ച് എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെന്താ. സോ ദിസ് ഈസ് മൈ ബെഡ് ആൻഡ് എല്ലായിടത്തേക്കും ഊതൊക്കെ ആക്കി. ആൻഡ് അതായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ഇറച്ചിക്കറിയിലായി. കപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അത് ഇപ്പോൾ ഇടാൻ വേണ്ടി പോകുന്നു. സോ കപ്പ അതിലൊക്കെ ഇട്ട് നല്ലോണം പതക്കുന്ന സമയത്ത് തന്നെ ഇടണം. ബിക്കോസ് അല്ലെങ്കിൽ അതിന് പിന്നെ എന്താ പറയില്ല, അതിന് പിടിക്കൂല. അപ്പോൾ അത് കുറച്ച് നേരം പതച്ച് കഴിഞ്ഞിട്ട് കുറച്ചൊരു അതായത് ലൈറ്റ് തീയിൽ വെക്കും. അതിന് കുറച്ച് ദമ്മാണ്ട രീതിയിൽ അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താക്കും, കുറച്ചൊരു കാത്തു നിന്ന് കുറച്ചൊരു വെയിറ്റ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈമായി. സോ അത് കഴിഞ്ഞിട്ട് എന്താക്കും, സെർവ് ചെയ്യും. ആൻഡ് ഇതിപ്പോൾ 2-3 മണിയാണ്ട് ടൈമായി. നല്ല വിശപ്പുണ്ടായിനന്ന് വിളമ്പി. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഉമ്മ ഒരു കുതിര ബിരിയാണി, കണ്ണൂർ സ്പെഷ്യൽ കുതിര ബിരിയാണി ആക്കിയിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ വാട്ട് യു ഓൾ സേ. തേങ്ങച്ചോറിൽ ഇറച്ചിക്കറി അങ്ങനെ ഒരു മസാല ആക്കിയിട്ട് വരുന്നതാണ് മെയിൻലി. ഇതാണ് പിന്നെ കുതിര ബിരിയാണി. ആൻഡ് ദിസ് ഇസ് കപ്പ. നൈസ് ടേസ്റ്റാണ്. കാന്താരി കൂട്ടിയാൽ മതി. ആൻഡ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, കമൻറ്റ്. താങ്ക് യു.